ട്രംപിനെ വിറപ്പിക്കാൻ കാനഡയുടെ കാർണി. ട്രംപിന്റെ തീരുവായുദ്ധത്തോട് പടവെട്ടി നിൽക്കാൻ കാനഡയ്ക്ക് പുതിയ നേതൃത്വം. സാമ്പത്തിക വിദഗ്ധൻ മാർക്ക് കാർണിയാണ് പുതിയ പ്രധാനമന്ത്രി. ട്രംപിന്റെ തീരുവായുദ്ധത്തെ ഭയപ്പെടുന്നില്ല. ട്രംപ് ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു കാർണിയുടെ ആദ്യ പ്രതികരണം. അതായത്, ട്രംപിനൊത്ത എതിരാളി കാനഡയെ നയിക്കാൻ എത്തിയിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കാനഡയെ തള്ളിവിട്ട് വരുതിയിൽ നിർത്താമെന്ന ട്രംപിന്റെ മോഹം നടക്കില്ലെന്ന് ഉറപ്പിക്കാം. ആരാണ് കാർണി എന്ന് നോക്കാം. 2 രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ മേധാവിയായിരുന്നു മാർക്ക് കാർണി. ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഗവർണർ. പ്രതിസന്ധി കാലത്ത് 2 രാജ്യങ്ങളുടെയും സമ്പദ് മേഖലയെ പിടിച്ചു നിർത്തിയ നടപടികളുടെ പേരിലും കാർണി പ്രശസ്തനാണ്. അതുകൊണ്ട് തന്നെ അധിക തീരുവയൊന്നും കാണിച്ച് 59-കാരനായ കാർണിയെ പേടിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കഴിയില്ലെന്ന് സാരം. ജനപ്രീതിയും ലിബറൽ പാർട്ടിക്കുള്ളിലെ പിന്തുണയും ഒരുപോലെ നഷ്ടപ്പെട്ടതോടെയാണ് ജസ്റ്റിൻ ട്രൂഡോ പാർട്ടി നേതൃസ്ഥാനവും പ്രധാനമന്ത്രി പദവും ഒഴിഞ്ഞത്. ഇന്ത്യക്കെതിരായ നീക്കങ്ങളിലൂടെയും മറ്റു ചില തന്ത്രങ്ങളിലൂടെയും പിടിച്ചു നിൽക്കാൻ പരമാവധി ട്രൂഡോ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അനിവാര്യമായ പടിയിറക്കം ട്രൂഡോയ്ക്ക് വേണ്ടി വന്നു. അതിനിടയിലാണ് ട്രംപ് കാനഡയെ ലക്ഷ്യം വെച്ചത്. കാനഡ അമേരിക്കൻ സ്റ്റേറ്റായി മാറണമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യ ആവശ്യം. പ്രതിസന്ധികൾക്കിടയിൽ നിന്നപ്പോഴും അതിന് രൂക്ഷമായ ഭാഷയിലാണ് ട്രൂഡോ പ്രതികരിച്ചത്. ഇതോടെ പ്രകോപിതനായ ട്രംപ് അധിക തീരുവ ചുമത്തുന്നവരുടെ കൂട്ടത്തിൽ കാനഡയെയും ഉൾപ്പെടുത്തി. ഈ നീക്കത്തോടും നെഞ്ചുറപ്പോടെ പ്രതികരിച്ച ശേഷമാണ് ട്രൂഡോ സ്ഥാനമൊഴിഞ്ഞത്. ആ സ്ഥാനത്തേക്കാണ് മാർക്ക് കാർണി എത്തുന്നത്. തീർത്തും അപ്രതീക്ഷിതമായ കടന്നുവരവ്. പക്ഷേ ഈ ഘട്ടത്തിൽ കാനഡയ്ക്ക് അനിവാര്യമായ നേതൃത്വം. ഏറെ നാളായി കാർണിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെപ്പറ്റി അഭ്യൂഹങ്ങളുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. സർക്കസിലെ കോമാളിയാകാൻ താനില്ലെന്നായിരുന്നു പ്രതികരണം. ആ നിലപാടിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ കാർണി ട്രൂഡോയുടെ പിൻഗാമിയാകുന്നത്. അതായത്, ട്രംപിൻ്റെ കാലത്ത് എന്തിനേയും നേരിടാൻ ഉറപ്പിച്ചാണ് കാർണി എത്തുന്നത്. ട്രംപിൻ്റെ അധിക തീരുവയെ ആദ്യം തന്നെ കാർണി ചോദ്യം ചെയ്തിരുന്നു. ശക്തി കുറഞ്ഞ അയൽവാസിയെ സ്വന്തമാക്കാനാണോ അമേരിക്കയുടെ ശ്രമമെന്നായിരുന്നു കാർണിയുടെ ചോദ്യം. ട്രംപിൻ്റെ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള നയങ്ങളോട് എതിർദിശയിൽ സഞ്ചരിക്കുന്ന ആളുകൂടിയാണ് കാർണി. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിഷയത്തിൽ മാത്രമായിരിക്കില്ല വരും കാലങ്ങളിലെ ട്രംപ് കാർണി ഏറ്റുമുട്ടൽ എന്ന് വിലയിരുത്താം. പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ തനിക്കറിയാമെന്നാണ് കാർണിയുടെ പ്രഖ്യാപനം. മാന്യകാലത്ത് കാനഡയെയും പൗണ്ടിൻ്റെ ഇടിവിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിനെയും താങ്ങി നിർത്തിയ പിഴക്കാത്ത കണക്കുകളാണ് കാർണിയുടെ കരുത്ത്. ട്രൂഡോയെപ്പോലെ തന്നെ കോടീശ്വരൻ. പക്ഷേ രാഷ്ട്രീയ അനുഭവ സമ്പത്തില്ല. എന്നാൽ അത് സാമ്പത്തിക രംഗത്ത് വേണ്ടുവോളമുണ്ട്. ലോകത്ത് ഏറ്റവും അധികം സ്വാധീനമുള്ള ധനകാര്യ വിദഗ്ധനാണ് കാർണി. ട്രംപിൻ്റെ തീരുവ യുദ്ധക്കാലത്ത് കാർണിയുടെ കൈകളിലാണ് ഇനി കാനഡയുടെ ഭാവി. ഈ ഒക്ടോബറിലാണ് കാനഡയിൽ തെരഞ്ഞെടുപ്പ്. അതുവരെയുള്ള സമയം കൊണ്ട് തന്നെ ട്രംപിനോടടിച്ചു നിന്ന് കനേഡിയൻ വികാരത്തെ കൂടെ കൂട്ടാനുള്ള നയങ്ങളായിരുന്നു കാർണി മുന്നോട്ട് വയ്ക്കുക. അയൽ രാജ്യത്ത് നിന്ന് ട്രൂഡോയേക്കാൾ കരുത്തനെയാകും ട്രംപ് നേരിടേണ്ടി വരികയെന്നത് തറപ്പിച്ചു പറയാം.